ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ചെറിയ മടിയൊക്കെ തുടങ്ങി കാണും. പനിയും ജലദോഷവും അതുപോലെ വയറുവേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക് അതൊന്നും വരത്തില്ല, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തെ ചെറിയ മടിയൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കും അവർക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റെമഡിയാണ് ഈ മഴക്കാലത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം അത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഗുണമുണ്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു പനി വന്നാലോ ഒരു മൂക്കലിപ്പ് വന്നാലോ അവർക്കൊരു ആശ്വാസം കിട്ടും. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പറയാം. 3 വെറ്റിലെടുക്കാം. വെറ്റിലെടുക്കുമ്പോൾ ഞെട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അതുപോലെ രാമതുളസി, കൃഷ്ണതുളസി എടുക്കരുത്, രാമതുളസി, പിന്നെ പനിക്കൂർക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അരിമോദകം, 3 കുരുമുളക്. ഇത്ര ഐറ്റംസ് മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ചെറിയൊരു കഷ്ണം കരിപ്പോട്ടി വെച്ചേക്കുക, കുഞ്ഞി കഷ്ണം. അത് ആദ്യം എന്താ വെച്ചാൽ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ ഇലകളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം, മറക്കരുത്. കാരണം പൊടികളൊക്കെ അടിക്കുന്നില്ല. എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം അടുപ്പിൽ വെക്കുക. എന്നിട്ട് ഇതെല്ലാം കഴുകി ഈ 3 ഐറ്റംസ് പനിക്കൂർക്ക, വെറ്റില, രാമതുളസി, ഇത് 3 അരിഞ്ഞിടുക. ആ ഇഞ്ചിയും കൂടെ ചതച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുരുമുളകും അരിമോദകവും കൂടെ അതിൻ്റെ കൂടെ ഇടുക. ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് 3 ഗ്ലാസ് വെള്ളം വെക്കണം. എന്നിട്ട് ഇത്രയും സാധനം അരിമോദകം എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഈ 3 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമായിട്ട് പറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് ശകലം നമ്മുടെ ഈ കരിപ്പൊട്ടിയും കൂടെ ഇട്ടിട്ട് മുതിർന്നവർക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും കുടിക്കാം. കുരുമുളക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം ഒരു 1 അങ്ങനെ ഇട്ടാൽ മതി. മുതിർന്നവർക്കാണെങ്കിൽ 3 എണ്ണമൊക്കെ ഇട്ടോ. എന്നിട്ട് ഇത് കുടിച്ചൊരു 2 നേരം കുടിക്കുക. മോർണിംഗിലും കുടിക്കുക, വൈകുന്നേരവും കുടിക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ്. ശരിക്കും ഭയങ്കര പറഞ്ഞാൽ നല്ല നമുക്കെന്താ പറയുക, ഭയങ്കര ആശ്വാസം. ഇത് ഞാൻ ഡെയിലി ഒരു 3 പ്രാവശ്യം കുടിക്കാറ്. എനിക്ക് ഭയങ്കര ആശ്വാസം, ചുമയ്ക്കൊക്കെ എനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അന്നേരം എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് മക്കളുള്ളവരായാലും എല്ലാവരും പനിക്കൂർക്ക വീട്ടിൽ കരുതി വെക്കുക. പിന്നെ വെറ്റില നമുക്ക് എവിടെ നിന്നും കിട്ടും, കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ വളർത്തുന്നുണ്ടായിരിക്കും, അവരെ കയ്യിൽ നിന്നും മേടിക്കുക. ശരിക്കും ഇത് നമുക്കൊരു ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. എല്ലാവരും യൂസ് ചെയ്യുക. നല്ല റിസൾട്ടാണ് കേട്ടോ. എനിക്കത് യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നല്ല റിസൾട്ടാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളോടാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക. കഴിവതും ഈ മഴ സമയത്ത് ഈ ഹെവി ഫുഡ് കഴിക്കാതെ മാക്സിമം കഞ്ഞിയോ പയറോ പപ്പടോ അങ്ങനെയുള്ള സാധനങ്ങൾ ലൈറ്റായിട്ട് കഴിക്കുക. വയറിനും സുഖമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.